ഹലോ എവ്രി വൺ. അപ്പോൾ ലാസ്റ്റ് ഡേ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ എല്ലാവരും കൂടി, ഞാനും ഏട്ടനും മോനും കൂടി ഒരു റിസോർട്ട് പോകാമെന്ന് വെച്ചു. റിസോർട്ടല്ല, ഇത് റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ബാംഗ്ലൂർ തന്നെയാണ്. നമ്മൾ ക്യാബ് വിളിച്ചിട്ട് പോയത്, കാരണം നമ്മളെ കാറ് നാട്ടിലാണുള്ളത്. അപ്പം കുറച്ച് ട്രാവൽ ഉള്ളത് കൊണ്ട് അപ്പോൾ നമ്മൾ പോയിരിക്കുന്നത് സിട്രസ് ട്രയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫോമൽ കിച്ചൺ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. റിസോർട്ടല്ല, ഒരു റെസ്റ്റോറൻ്റ് ആണോ ആ ഒരു ലെവലിലാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഫുൾ കോഫി പ്ലാന്റേഷനുള്ളിലാണ് ഈ ഒരു പ്ലേസ്. നല്ല ഒരു വൈബാണ് കേട്ടോ. അവിടെ ആ ഒരു മരങ്ങളും തണലും കാറ്റും തണുപ്പും എല്ലാം കൂടി നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ കയറിയ പാട്ടിന് നമുക്ക് ടൈമിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ റിസോർട്ടിലേക്ക് ബുക്ക് ചെയ്തിട്ട് മാത്രമാണ്, അവിടെ റിസോർട്ടില്ല, റെസ്റ്റോറൻറ്റിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നൈറ്റിലാണ് കുറച്ചും കൂടി വൈബ് കൂടുതൽ, ലൈറ്റും അതൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ കുറച്ചധികം ട്രാവൽ ഉള്ളത് കൊണ്ട് നമ്മൾ ആഫ്റ്റർനൂണാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ഇൻസൈഡ് അല്ല, ഔട്ട് സൈഡ് ഇരിക്കാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റും വെളിച്ചൊക്കെ കൊണ്ട് വെളിയിലിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ എത്തിയപ്പോഴത്തേനും ഒരു മണി ആയിട്ടുണ്ടായി. അപ്പോൾ തോന്നിന്ന് ഡയറക്റ്റ് ഫുഡ് തന്നെ ആവാം. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾക്ക് നല്ല ഫുഡാട്ടോ. അവിടെ തന്നെ ഒരു സ്പൈസ് എല്ലാം അവിടെ തന്നെ ആയതുകൊണ്ട് സൂപ്പറായിരുന്നു. ഒരുപാട് കഴിച്ചു ഫുഡ്. അങ്ങനെ ഒരുപാട് വലിയ മെനു ഒന്നുമില്ല നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, പക്ഷെ ഉള്ളത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പെരി പെരി ചിക്കൻ വിങ്സ്, ലാൽ മിർച്ചി ചിക്കൻ ടിക്ക, ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ടിക്ക. പിന്നെ ബട്ടർ ഗാർലിക് ടിക്ക കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇത് കുങ് പാവ് ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്. എല്ലാം നമ്മളൊരു ചിക്കൻ ലോലിപോപ്പിന് ആ ഒരു ടേസ്റ്റിലൊക്കെ വരുന്നതാണ്. ബിരിയാണി വേറെ ലെവലാണ്, സൂപ്പറായിട്ടുണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ 2 ഓർഡർ ചെയ്തിരുന്നു, കാരണം സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചൊരു വിധം ഓക്കെ, വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ബിരിയാണി 2 എടുത്തത്. പക്ഷേ അതിൽ തന്നെ നല്ലോണം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബിരിയാണിക്ക് തന്നെ നല്ലൊരു പീസും അതിൻ്റെ ഒരു ഫ്രൈഡ് ഓണിയൻസിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് എടുത്ത് വരുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫോട്ടോ സെക്ഷൻ, അതില്ലാത്ത എന്ത് കാര്യമല്ലേ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ചെറിയൊരു പോണ്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോയി നോക്കാം അവിടെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോയി. നല്ല ഉണ്ടായിട്ടോ. കുഞ്ഞിന് നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ പോയിട്ട് പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോസും ആ ഒരു ഇരിക്കാനുള്ള കുറേ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നടന്നിട്ട് അവിടെ എത്തി. കുറച്ച് പേരുണ്ടായിരുന്നു. ആ ഒരു ടൈം നമ്മളെത്തി കുറച്ച് നേരത്തെ ആയിരുന്നു. കുറച്ച് ഈവനിങ് ആകുമ്പോഴാണ് ഒരുപാട് പേര് വരുന്നുണ്ടായത്. അപ്പോൾ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരുന്നു. അപ്പോൾ കുഞ്ഞു നമ്മളെ ഫോട്ടോസും കുറച്ച് നാച്ചുറൽ ഫോട്ടോസൊക്കെ അവനെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുഞ്ഞിന് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് ചുമ്മാ ചെറിയൊരു ഡാൻസ് കളിക്കാൻ കൂടി. ഒരു രസമല്ലേ. പിന്നെ ഞാനും നല്ല ഹാപ്പി ആയിരുന്നു അന്ന്. സോ ജസ്റ്റ് ഒരു ഡാൻസ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ വരികയാണ്. ഇപ്പം തന്നെ നേരത്തെ കഴിച്ചാൽ ഒരുവിധം ഓക്കെ പോയി കഴിഞ്ഞ് സെറ്റായിട്ടുണ്ടായി. പിന്നെ കുറച്ച് ദാഹവും ഒക്കെ തുടങ്ങിയതിന് ശേഷം നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ കുറച്ച് ഐസ്ക്രീമും എന്തെങ്കിലും കഴിക്കാം, ജ്യൂസ് കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഈ കുടിക്കുന്ന ബ്രൗണി മില്ലിനെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജ്യൂസല്ല ഷേക്കാണ് കേട്ടോ. നന്നായിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ്, പിന്നെ ഈവനിങ് ആണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ എനിക്ക് 33 വയസ്സായി. എൻ്റെ അമ്മ 25 വയസ്സ് വരെ ഓക്കെ, അതിന് ശേഷം ടപ്പേന്ന് പറഞ്ഞിട്ട് എല്ലാം പോയിന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബർത്ത്ഡേ ആയാലും അവൻ്റെ ബർത്ത്ഡേ ആയാലും അവൻ തന്നെയാണ് കേക്ക് കട്ട് ചെയ്യുക. ഇത്തവണ അവനത് മിസ്സാക്കിയില്ല. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഇരുന്ന് കൊടുത്തു. അങ്ങനെ നമ്മളങ്ങനെ കേക്കെല്ലാം കഴിച്ച് ഹാപ്പിയായി. പിന്നെ എന്താണ്, പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തത് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഫോട്ടോസാട്ടോ. അപ്പോൾ ഇന്നത്തെ നല്ലൊരു ഡേ, ഗുഡ് ഫുഡും ഗുഡ് മൂഡും എല്ലാം സ്പോൺസർ ചെയ്തത് എൻ്റെ ഏട്ടനാണ്. സോ ഏട്ടൻ എൻ്റെ ഡേ ഹാപ്പി ആയിട്ട് വെച്ചു. സോ എല്ലാം കൊണ്ടും സോ ഹാപ്പി. ടാറ്റാ, ബൈ, സീ യു, ടേക്ക് കെയർ.